അമിതാക്കെ എന്തൊക്കെ വിശേഷങ്ങൾ? സുഖല്ലേ? നിങ്ങൾ വയനാട് പോയിരുന്നു, അവിടെ പ്രസംഗിച്ചിരുന്നു എന്നൊക്കെ പറഞ്ഞ കേട്ട്. മാത്രല്ല പിന്നെ കുറെ കരഞ്ഞു എന്നൊക്കെ പറഞ്ഞ കേട്ട്. അവിടുത്തെ ഒന്ന് രണ്ടാൾക്കാർ വിളിച്ചു പറഞ്ഞതാ. പിന്നെ അത് മാത്രല്ല, ഒന്ന് രണ്ട് ഇല്ലാത്ത കാര്യങ്ങളും വലിയ പിന്നെ കണക്കുകൾ, വീരവാദങ്ങൾ കുറെ വെളുപ്പിക്കൽ നടത്തിയിരുന്നു എന്നൊക്കെ ഞാൻ കേട്ടു. നിങ്ങൾ എന്ത് വെളുപ്പിച്ചിട്ടും കാര്യമില്ല. ആൾക്കാർക്ക് ഇതൊക്കെ ആലോചിച്ചാൽ മനസ്സിലാകുന്ന കാര്യമാണ്. പിന്നെ അപ്പോൾ ഇന്നെ പറ്റി കുറെ കാര്യങ്ങളൊക്കെ നിങ്ങൾ അവിടെ പറഞ്ഞു എന്ന് കേട്ട്. അപ്പോൾ അതൊന്ന് അറിയാൻ വേണ്ടി ചോദിച്ചാണ്, വേറൊന്നുമല്ല. നിങ്ങൾ ഞാൻ പിന്നെ നിങ്ങൾ എന്നെ ഒരു പ്രാവശ്യം ഹോങ്കോങ്ങിലൊക്കെ വന്ന് മീറ്റ് ചെയ്ത ആളാണ്. പിന്നെ നമ്മൾ തമ്മിൽ നല്ല ഫ്രണ്ട്ഷിപ്പൊക്കെ ആണ്. പിന്നെ പിന്നെ ഇപ്പോൾ ഞാനെന്താ തെറ്റായതെന്ന് എനിക്ക് തന്നെ അറിയില്ല. അതായത് ഞാനാകെ ചെയ്തത് എൻ്റെ അമ്മേനോടും പിന്നെ ഫാമിലിനോടും സംസാരിക്കണം എന്നുള്ളൊരു ആവശ്യം മാത്രമാണ് ഇവിടെ ഉന്നയിച്ചിട്ടുള്ളൂ. നിങ്ങൾ നമ്മളെ വലിയ ക്രിമിനൽസ് ഒക്കെ ആയിട്ടാണ് കാണുന്നത്. അത് വേറെ കാര്യം. അതെയാട്ടെ. പിന്നെ നിങ്ങൾ പറഞ്ഞ് അവിടുന്ന് പിന്നെ കാക്ക ഹോങ്കോങ്ങിൽ വന്ന സമയത്ത് എനിക്ക് $2000 തന്ന് വലിയ ദാനം ചെയ്തിട്ടാണ്, അല്ലെങ്കിൽ ചെലവുകൾ മുഴുവൻ കൊടുത്തിട്ടാണ് അദ്ദേഹം അവിടെ വന്നിട്ട് പിന്നെ ടൂർ നടത്തി, അല്ലാണ്ട് വെറുതെ ഒന്നല്ല എന്നുള്ള ഒരു അവിടെ സംസാരം അവിടെ ഉണ്ടായിട്ടുണ്ട്. അപ്പം ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഞാനും കാക്കയും പേഴ്സണലായിട്ട് അറിഞ്ഞുകൊണ്ട് പരസ്പരം ചെയ്ത കാര്യങ്ങളാണ്. അല്ലാണ്ട് നമ്മൾ തമ്മിൽ പേഴ്സണൽ ലെവലിൽ വലിയ വിരോധമൊന്നും ആദ്യമല്ലായിരുന്നു. ആകെ ഒരു പ്രശ്നമുള്ളത്, അയാളൊരു പിന്നെ സാധാരണ മനുഷ്യനാണ്, അത്രേ ഉള്ളൂ. അതിൽ പിന്നെ അത് അദ്ദേഹം അംഗീകരിക്കുന്ന കാര്യമാണ്. അല്ലാണ്ട് നിങ്ങൾ പറയുന്ന പോലെ അദ്ദേഹം ഒരു മഹാത്മാവല്ല. പോലീസിനോട് വരെ അയാൾ പറഞ്ഞു അയാളൊരു സാധാരണ മനുഷ്യനാ, അല്ലാണ്ട് പിന്നെ നിങ്ങൾ പറയുന്ന പോലെ ഒരു പ്രവാചകനൊന്നുമല്ല. അപ്പം ഞാനും ഇദ്ദേഹമായിട്ട് നല്ല ബന്ധമുള്ളതാണ്. ആ സമയത്ത് എൻ്റെ വീട്ടിൽ ആര് വന്നാലും ഞാൻ ട്രീറ്റ് ചെയ്യുന്ന പോലെ നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കണക്കൊന്നും ഞാൻ ആരോടും പറയില്ല. അത് പിന്നെ ഇപ്പം അവിടുന്ന് നിങ്ങൾക്ക് അത് പറഞ്ഞു തന്ന് പിന്നെ വെളുപ്പിക്കാനുള്ള ശ്രമം നടത്തുകയാണെങ്കിൽ മൊത്തം കണക്ക് എനിക്കും പറയേണ്ടി വരും. അത്രയേ ഉള്ളൂ. അപ്പം എന്താ വെച്ചാൽ നിങ്ങൾ ഏതായാലും കണക്ക് പറഞ്ഞ സ്ഥിതിക്ക് ഇപ്പോൾ ആ കണക്ക് എനിക്ക് പറയേണ്ട ഒരു അവസ്ഥയാണ് ഇപ്പം നിലവിലുള്ളത്. അപ്പോൾ കാക്കയും ഫാമിലിയും, അതായത് 3 പേര് നമ്മളെ വീട്ടിലേക്ക് വന്നു. വന്നിട്ട് അപ്പം എന്നോട് പറഞ്ഞു, പിന്നെ ഞാൻ പറഞ്ഞു അതിൻ്റെ ആവശ്യമില്ല, ചിലവുകളൊക്കെ ഞാൻ എടുക്കാം, അതിനൊന്നും കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ വണ്ടികളൊക്കെ വേണമെന്ന് പറഞ്ഞു. അപ്പോൾ ഒരു ദിവസം വണ്ടി ഇപ്പോൾ പിന്നെ വണ്ടി വാടക ഏകദേശം ഇന്ത്യൻ രൂപ 22,000 11 ദിവസം അവിടെ നിന്നു. അപ്പോൾ 8 ദിവസം വണ്ടി ഓടിച്ചിരുന്നു. വണ്ടി ഫുൾ ടൈം പിന്നെ റെൻ്റലായിരുന്നു. ഒരു ഡ്രൈവർ നമുക്ക് വണ്ടി ഉണ്ടായിരുന്നു. ഏകദേശം 22,000 ഒരു ദിവസം അതിന് വാടകയാണ്. അപ്പോൾ കണക്കൂട്ടിയാൽ മനസ്സിലാവും. 8 ഇൻറ്റു 22,000 അപ്പം എത്രയായി? $1,72,000. എത്ര തന്നത് എനിക്ക്? $2,000. $2,000 പറഞ്ഞാൽ എത്ര? ഏകദേശം 86,000. 1,72,000 ഏകദേശം. ഏകദേശം 1,70,000 അന്നത്തെ പൈസക്ക് അനുസരിച്ച്. അപ്പം നോക്കിയാൽ എത്ര ആവും? ആകെ വണ്ടിക്കൂലി മാത്രമേ തന്നിട്ടുള്ളൂ. അതിനുശേഷം ഞങ്ങൾ പല പല കാര്യങ്ങൾ അവിടെ ചെയ്തിട്ടുണ്ട്. 11 ദിവസം 3 ആൾക്കാർ അവിടെ പിന്നെ എല്ലാ സ്ഥലത്തും കറങ്ങിയാൽ എത്ര ചിലവുണ്ടാകും നിങ്ങൾക്ക് തന്നെ അറിയാലോ. നിങ്ങൾ ഹോങ്കോങ് ചൈനയൊക്കെ വന്ന് കറങ്ങിയ ആളല്ലേ. അപ്പോൾ ഒരു ദിവസം ഒരു $2,000-3,000 അല്ലാണ്ട് തന്നെ ചിലവായിട്ടുണ്ടായിരുന്നു. ഹോങ്കോങ് ഡോളർ ഏകദേശം അപ്പോൾ ഒരു ദിവസം ഏകദേശം പിന്നെ $25,000 അല്ലാണ്ട് ചിലവായിട്ടുണ്ട്. അപ്പോൾ അതിപ്പം അങ്ങനെ കൃത്യമായിട്ട് കണക്കൊന്നുമില്ല, പക്ഷെ എന്തായാലും നല്ലൊരു എമൗണ്ട് ചിലവായിട്ടുണ്ട്. അപ്പം നമ്മളിപ്പോൾ സാധാരണ ഒരാൾക്ക് ചിലവാക്കുന്നതിലും അധികം അവർക്ക് വേണ്ടി ചിലവാക്കിയിട്ടുണ്ട്. അത് മോശമാകാൻ പാടില്ലല്ലോ. അപ്പോൾ പ്രസ്ഥാനത്തിൻ്റെ നേതാവൊക്കെ അല്ലേ, അപ്പോൾ ആ രീതിയിൽ ചിലവാക്കിയിട്ടുണ്ട്. അത് സ്വാഭാവികം. അതൊക്കെ ഞാൻ എൻ്റെ മനസ്സുകൊണ്ട് ചെയ്ത കാര്യം തന്നെ. അത് ഇനിയിപ്പം ഒരു സിറ്റുവേഷൻ വന്നാൽ ഇനിയിപ്പോൾ വേറെ എങ്ങനെയാണെങ്കിലും ഞാൻ ചിലവാക്കും. ഞാൻ അങ്ങനത്തെ ഒരാളാണ്. എനിക്ക് പിന്നെ പൈസ ഒരുപാട് ഉണ്ടായിട്ടല്ല, ചില സമയത്ത് നമ്മൾ അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ ഇനി അതൊരു കണക്ക് പറയുന്ന രീതിയിലേക്ക് വരുമ്പോഴാണ് ഇതേപോലുള്ള പറച്ചിലിൻ്റെ ആവശ്യം വരുന്നത്.
അപ്പോൾ അന്ന് ചെയ്ത കാര്യങ്ങൾ എന്തൊക്കെയുണ്ട്? നമ്മൾ ഡിസ്നി ലാൻഡിൽ പോയി, പല സ്ഥലങ്ങളിലും പോയി ഭക്ഷണം കഴിച്ച്, അതേപോലെ പിന്നെ പല കാര്യങ്ങൾ ഷോപ്പിംഗ് നടത്തി, പല സംഭവങ്ങൾ നടത്തി. ഇതിനൊക്കെയുള്ള പൈസ അന്ന് കാക്കൻ്റെ കയ്യിൽ ഫോറിൻ എക്സ്ചേഞ്ച് ഹോങ്കോങ് ഡോളർ ഇല്ലായിരുന്നു. അപ്പോൾ US ഡോളർ 2000 $2000 കാക്ക കൊണ്ടുവന്ന്. അപ്പോൾ ആ സമയത്ത് ഞാൻ ആ ക്യാഷ് മൊത്തം എടുക്കുകയാണ് ചെയ്തത് എൻ്റെ കയ്യിൽ നിന്ന്. മനസ്സിലാക്കണം. അപ്പോൾ എന്നിട്ട് ഞാനത് തിരിച്ച് പ്രതീക്ഷിച്ചിട്ടല്ല ചെയ്ത്. തരണമെന്നും എനിക്ക് നിർബന്ധമില്ല. പക്ഷെ എന്താ വെച്ചാൽ അവസാന സമയത്ത് കാക്ക $2000 തന്നു. ഓക്കെ, ഓക്കെ, അത് തന്നു. പിന്നെ അത് അവിടെ പോയിട്ട് എനിക്കത് അവിടെ പോയപ്പോൾ തന്നെ എൻ്റെ ഫാദർ ഇൻ ലോനോട് പറഞ്ഞ് ഞാൻ അവന് $2000 കൊടുത്തു എന്നുള്ള പറഞ്ഞു. അതപ്പോൾ തന്നെ എനിക്ക് ചടപ്പ് തോന്നിയിട്ടുണ്ട്. കാരണം പിന്നെ ഞാൻ $4000 ചിലവാക്കിയിട്ട് പിന്നെ അവിടെ 2000 ചിലവാക്കിയതിൻ്റെ കഥ പറയേണ്ട ആവശ്യമില്ലല്ലോ. സിമ്പിളായിട്ട് ആലോചിച്ചാൽ മനസ്സിലാവും. 11 ദിവസം ഒരു ഫാമിലി ഹോങ്കോങ് പോലുള്ള ലോകത്തിലെ ഏറ്റവും എക്സ്പെൻസീവ് ആയിട്ടുള്ള സിറ്റിയിൽ വന്നിട്ട് താമസിച്ച $2000 ആണോ? അതായത് 1.25 ലക്ഷം റുപ്യാണോ ചിലവാകുക? ആലോചിച്ച് നോക്കി. അല്ല, നിങ്ങളിപ്പോൾ 11 ദിവസം ബാംഗ്ലൂർ പോയി അതിലും കൂടുതൽ ചിലവാകും. അപ്പോൾ ഈ ഇങ്ങനത്തെ കണക്കുകളൊക്കെ അധികം പുറം ലോകമായിട്ട് പരിചയമില്ലാത്ത പുത്തകമുള്ള ആൾക്കാരോട് നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ അവർ വിചാരിക്കും ഓക്കെ ഇത് അതിലെന്തോ കാര്യമായിട്ടുണ്ടെന്ന്. അവർക്ക് $2000 അത്ര അറിയില്ല, അതേപോലെ ഹോങ്കോങ്ങിലുള്ള ചിലവ് അറിയില്ല. എന്നിട്ട് വലിയ നിങ്ങൾ 2 മില്യൺ തന്ന പോലെയാണ് പറയുന്നത്. അതാണ് ഇതിൻ്റെ ഒരു പ്രശ്നം. അതുകൊണ്ടാണ് ഇതൊരു മറുപടി അർഹിക്കുന്ന കാര്യമായിട്ട് ഞാൻ വിചാരിക്കുന്നത്. അല്ല, വേറൊന്നുമില്ല. നിങ്ങളിപ്പോൾ സ്ഥിരമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താണ്? ഇപ്പം ആളുകളിലേക്ക് വെറുപ്പ് ഇൻവെസ്റ്റ് ചെയ്യുക, വെറുപ്പുണ്ടാക്കിയ ആൾക്കാരെ കൊണ്ട്. എന്നിട്ട് അവരുടെ ഉള്ളിലുള്ള സംശയങ്ങളൊക്കെ ഇല്ലാണ്ടാക്കുക. അപ്പോൾ റിയാസ് ഒരു തെണ്ടിയായിരുന്നു, അതുകൊണ്ട് ആണ് അവനെ പുറത്താക്കിയത്. അതാണല്ലോ നിങ്ങൾ വരുത്താൻ ശ്രമിക്കുന്നത്. ഇപ്പം അങ്ങനെയാണെങ്കിൽ റിയാസിനെ പറ്റി ഈ പറയുന്ന കാക്ക എത്രക്കാനും നല്ല പൊക്കി പറഞ്ഞിട്ടുണ്ട്. സ്ഥിരമായിട്ട് പൊക്കി പറയുന്ന പരിപാടിയായിരുന്നു ആൾക്കാരോട് മുഴുവൻ. അതായത് നിങ്ങൾ ചോദിച്ചാൽ മതി, CK അസീസ് നമ്മളെ കസിനോടൊക്കെ ചോദിച്ചാൽ മതി. അതായത് ഞാൻ പോയി ഹോങ്കോങ് തിരിച്ചു വന്നിട്ട് ദിവസങ്ങളോളം എന്നെ പറ്റി നല്ല നന്മ മാത്രം പറയുന്ന ഒരു ചങ്ങായിയായിരുന്നു, ആളായിരുന്നു ഈ കാക്ക എന്ന് പറഞ്ഞ ആള്. അപ്പൊ ഈ പെട്ടെന്ന് എങ്ങനെ ഇത് നേരെ തിരിച്ചാവുന്നത്? അത് മനസ്സിലാക്കണം. ഇതെപ്പോഴും എനിക്ക് മാറ്റമൊന്നുമില്ല. ഞാനാകെ പറഞ്ഞ് നിങ്ങളൊരു പ്രവാചകനല്ല, എന്നെ എൻ്റെ വഴിക്ക് വിട്ടേക്ക്, എന്നെ എൻ്റെ ഫാമിലിയായിട്ട് ബന്ധപ്പെടാനുള്ള അവസരം തന്നേക്ക്, അത് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ഇതൊരു വലിയ പ്രശ്നമാണോ? സോറി, നിങ്ങളെ എനിക്ക് വിശ്വാസമല്ല. എനിക്കൊരു അതെ, വിശ്വാസമില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. എനിക്ക് എൻ്റെ ഫാമിലിനെ വേണ്ടേ, അത്രേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അവരായിട്ട് ബന്ധം വേണം. അതിനു വേണ്ടി ഇപ്പോൾ നിങ്ങളെന്താ ചെയ്ത്? എന്തൊക്കെയാ ചെയ്ത്? നമ്മളെ വീട്ടിൽ കയറാതെ മെക്കാക്കുക, നമ്മളെ പാരൻസിനെ വിളിച്ച് ടോർച്ചർ ചെയ്യുക. അവരൊക്കെ അനുഭവിക്കുന്ന മാനസിക പ്രയാസം എത്രത്തോളം ഉള്ളത് നിങ്ങളൊന്ന് ആലോചിച്ചില്ലേ? നിങ്ങളവിടെ പോയി കരഞ്ഞെന്ന് പറഞ്ഞിട്ട് കാക്കക്ക് വേണ്ടിയിട്ട്. അപ്പൊ നിങ്ങൾ ഈ പറയുന്ന ആൾക്കാരെ വേദനക്ക് വേണ്ടി ഒന്ന് പോയി കരഞ്ഞൂടെ? ഈ വേദന ആരാ ഉണ്ടാക്കിയത്? ഞങ്ങളല്ല. ഞങ്ങളൊരിക്കലും അല്ല. ഇത് പുറത്തു വന്ന ആൾക്കാരല്ല ഈ വേദന ഉണ്ടാക്കിയത്. ഈ നിയമം ഉണ്ടാക്കിയ ആളുകളാണ് ഈ വേദന ഉണ്ടാക്കിയത്. അപ്പൊ അതിനു വേണ്ടിയൊക്കെ ഒന്ന് കരഞ്ഞൂടെ? പിന്നെ നിങ്ങളെ പ്രായത്തിലുള്ള ആൾക്കാരൊക്കെ ഇങ്ങനെ പോയി കമ്മിറ്റിയിൽ പോയി കരഞ്ഞ് വെളുപ്പിച്ച് കിടന്ന ആൾക്കാർക്ക് ഇതൊക്കെ പെട്ടെന്ന് മനസ്സിലാവുകയും ചെയ്യും. കുറച്ചുകൂടി നല്ല സ്ട്രാറ്റജി ഒക്കെ ഉപയോഗിക്കുക. കുറച്ച് ആൾക്കാരൊക്കെ അങ്ങോട്ട് സ്നേഹിച്ച് അവർക്ക് ഹെൽപ്പ് ചെയ്ത് അങ്ങനെയൊക്കെ ആകുമ്പോൾ കുറച്ചുകൂടി ഒരു ഇതുണ്ടാവും. അതിന് പകരം വെറുതെ പോയി കുറെ നുണയും പറഞ്ഞ് മരം വെട്ടിയതിന്റെ കഥ അങ്ങനെ പറഞ്ഞ് കാക്ക അങ്ങനെ ചെയ്ത്, കാക്ക അങ്ങനെയാണ്, കാക്ക നാഷണൽ ജിയോഗ്രഫി കണ്ടിരിക്കാനും അതൊക്കെ പറഞ്ഞ്. ഇപ്പോൾ നിങ്ങൾ കുറച്ച് യാഥാർത്ഥ്യത്തിലേക്ക് വരിക, കുറച്ച് സത്യങ്ങൾ പറയാ. ഇപ്പം നിങ്ങൾ പറയാത്ത കുറെ കാര്യങ്ങളുണ്ട്. പല പോലീസുകാരും വന്നിട്ട് മരത്ത് കയറി നിരങ്ങുന്നുണ്ട്, ഇയാളെ പിടിച്ച് ചോദ്യം ചെയ്യുന്നുണ്ട്, പല കാര്യങ്ങളും നടക്കുന്നുണ്ട്. ഇതിനെ പറ്റിയൊക്കെ ഒന്ന് പറഞ്ഞൂടെ? ഇത് നിങ്ങള് കുറെ നുണക്കഥകൾ, എന്തൊക്കെ നുണക്കഥകൾ നിങ്ങൾ പറഞ്ഞു? എൻ്റെ അനിയത്തിയായിട്ട് എനിക്ക് അവിഹിത ബന്ധം ഉണ്ടായിരുന്നു എന്ന് വരെ നിങ്ങൾ പറഞ്ഞ്. അതാണ് നിങ്ങളെ ക്വാളിറ്റി. അപ്പൊ നിങ്ങൾ പറയുന്ന ആരും വിശ്വസിക്കുവോ? ആരും വിശ്വസിക്കുന്നില്ല. പിന്നെന്താ പ്രശ്നം വെച്ചാല് ഇതിങ്ങനെ പ്രസംഗിക്കുള്ളൂ. വൺ വേ ആണ് കമ്മ്യൂണിക്കേഷൻ, റേഡിയോ ആണ്. ഇങ്ങോട്ടില്ല. ഇങ്ങോട്ടെന്തെങ്കിലും പറഞ്ഞാൽ ഓന്റെ കുടുംബം നിങ്ങൾ ശിഥിലീകരിക്കും. അതുകൊണ്ടാണ് ആൾക്കാരൊന്നും പറയാത്തത്. മനസ്സിലായില്ലേ? പിന്നെ ഇപ്പൊ നമുക്കെതിരെ നിങ്ങൾ അവിടെ പോയി പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് അവിടെ നിന്ന് കമ്മിറ്റി കയറി ചോദ്യം ചോദിക്കാൻ പറ്റുമോ? ഇല്ല. പിന്നെ നമുക്ക് ആകെയുള്ള എന്താ? ഇതേപോലെ വാട്സപ്പ്, സോഷ്യൽ മീഡിയ എന്തെങ്കിലുമൊക്കെയാണ്. അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി പരാതി കൊടുക്കുക. പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കുക പറഞ്ഞാൽ പ്രാക്ടിക്കൽ അല്ലല്ലോ എല്ലാ കാര്യത്തിനും.
അപ്പോൾ നമ്മൾ ഇതേമാതിരി എന്തെങ്കിലും റെസ്പോൺസ് ഒക്കെ ഇടുക. അപ്പോൾ മനസ്സിലാക്കുക, നിങ്ങളിങ്ങനെ അവിടെ പോയിട്ട് ഇങ്ങനെ പ്രസംഗിക്കേണ്ട ആവശ്യമില്ല. നിങ്ങളെ കാര്യമായിട്ട് പോയിക്കോളേ. നമ്മളെ കുടുംബമായിട്ട് ബന്ധപ്പെടാനുള്ള സമയം ഇതായി കഴിഞ്ഞാൽ നമ്മളെ പ്രശ്നം തീർന്നു. നിങ്ങളെ വഴിക്ക് നമ്മൾ വരുന്നില്ല. എന്തിനാ വെറുതെ? ഓല വിശ്വാസമായിട്ട് നിന്നോട്ടെ. നമ്മളുമായിട്ടുള്ള ബന്ധത്തിന് ഓല ഒഴിവാക്കുന്നത്. അവർക്ക് നമ്മളോട് ബന്ധപ്പെടാൻ 100% താല്പര്യമാണല്ലോ. അല്ലെങ്കിൽ ഇപ്പം എൻ്റെ അമ്മ അത്രയും കാലം എന്നോട് മുണ്ടിക്കൊണ്ടുന്ന ആള് നിങ്ങളെങ്ങനെ ഭീഷണിപ്പെടുത്തി ആയിട്ടാണല്ലോ മിണ്ടാണ്ടാക്കിയത്. അതേപോലെ എൻ്റെ വൈഫിൻ്റെ പാരൻസിനെ ഭീഷണിപ്പെടുത്തിയിട്ടാണല്ലോ നിങ്ങൾ മിണ്ടാണ്ടാക്കിയത്. പിന്നെ അവർക്ക് താല്പര്യം നമ്മളോട് മിണ്ടാനാണ്. നിങ്ങളെ നിയമം വെച്ചിട്ടാണല്ലോ ഇത് മിണ്ടാതെ ആക്കുന്നത്. അപ്പോൾ അതാണ് ചുരുക്കം. പിന്നെ വേറെ 1-2 കാര്യങ്ങളും അവിടെ പ്രതിപാദിച്ചു. നിങ്ങൾ കീശേരിന്ന് കുറെ 3 പൊട്ടന്മാർ വന്നിരുന്നു എന്നൊക്കെ പറഞ്ഞു കേട്ടു. ആരൊക്കെയെന്ന് എനിക്കറിയില്ല. ഏതായാലും പിന്നെ അതായത് നമ്മളെ പ്രസ്ഥാനത്തിൽ ഉള്ള നമ്മൾ NBTയുടെ സഹായം കൊണ്ടാണ് നമ്മളൊക്കെ വളർന്നു വന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഇത്ര നിലയിലെത്തിയത്. അതൊക്കെയാണ്. അതൊക്കെ മറന്നിട്ട് ഇപ്പോൾ പ്രസ്ഥാനത്തിനെതിരായതാണ്. അങ്ങനെയുള്ള വാദങ്ങളാണ് നിങ്ങൾ നടത്തുന്നത്. അപ്പം അത് നമുക്കൊന്ന് പരിശോധിക്കാം. ഇപ്പം ഞാൻ ചെറുപ്പം മുതൽ എൻ്റെ ഫാമിലി എന്ന് പറഞ്ഞാൽ എൻ്റെ ഫാദർ മദർ എന്നൊക്കെ പറഞ്ഞാൽ കർഷകരും കൂടിയല്ല, കർഷക തൊഴിലാളികളാണ്. അതായത് സ്ഥലം പോലും ഇല്ല, ഒരു കൃഷി ചെയ്യാൻ സ്ഥലം പോലും ഇല്ലാത്ത കൃഷിക്കാരാണ് അവരൊക്കെ. അപ്പം അത്രയും ദാരിദ്ര്യമാണ് നമ്മളൊക്കെ എന്ന് പറഞ്ഞാൽ. എൻ്റെ ചെറുപ്പത്തിൽ അത്ര ഒരുപാട് പ്രശ്നമില്ലെങ്കിൽ എൻ്റെ ബ്രദേഴ്സൊക്കെ ഒരുപാട് കഷ്ടപ്പെട്ട ആൾക്കാരാണ്. പക്ഷെ അന്ന് മുതൽ ആ ചെറുപ്പം അത്രയും കഷ്ടപ്പാടുള്ള കാലം മുതൽ അവരൊരു സക്കാത്തോ ഒരു കാര്യമോ കമ്മിറ്റിന്ന് വാങ്ങിയിട്ടില്ല. മാത്രമല്ല സക്കാത്ത് അങ്ങോട്ട് കൊടുത്ത ആൾക്കാരാണ്. ഓക്കെ. പിന്നെ ഞാനൊക്കെ ചെറുപ്പം മുതൽ പല കൂലിപ്പണിയും, അതായത് മീൻ കച്ചവടം, മണൽ കോരൽ, കെട്ടുപണി, കല്ലേറ്റൽ, അതേപോലെയുള്ള സകലമാന പേപ്പർ ഇടൽ, ആക്രി വീർക്കൽ, ഇതേമാതിരി സകലമാന ജോലിയും ചെയ്തിട്ടാണ് നമ്മൾ വിദ്യാഭ്യാസമൊക്കെ ഉണ്ടാക്കിയെടുത്ത് എങ്ങനെയൊക്കെ ഒരു ചെറിയ ജോലി കിട്ടിയാൽ അങ്ങനെ രാജ്യത്തിന്റെ സാമ്പത്തിക സ്ഥിതിയും മുന്നോട്ടല്ലേ. അപ്പോൾ അതിൽ ആ അവസരങ്ങളൊക്കെ വന്ന് അങ്ങനെ നമ്മളൊക്കെ കുടുംബ പട്ടിണില്ലാത്ത രീതിയിലേക്ക് ഇപ്പോഴത്തെ നിലയിലെത്തി. അത്രേ ഉള്ളൂ. അല്ലാണ്ട് ഇതിൽ NBTക്ക് എന്ത് പങ്കുള്ളത് എനിക്ക് മനസ്സിലാകുന്നില്ല. NBTന്റെ പങ്ക് ഞാൻ പറഞ്ഞുതരാം. NBT ആകെ പങ്കുള്ളതെന്ന് പറഞ്ഞാൽ നമുക്ക് ഇങ്ങോട്ടേയും ദൂരെ പോയി പഠിക്കണമെങ്കിൽ അപ്പം എതിർപ്പാണ്. അപ്പോൾ പോയി കാക്കനോട് ചോദിക്കണം. ഞാൻ ഈ ബാംഗ്ലൂർ ആദ്യമായിട്ട് പോകുന്ന നേരത്ത് കാക്കനോട് ചോദിച്ചപ്പോൾ കാക്ക 2 മിനിറ്റ് മിണ്ടാതെ ഉണ്ട്. എന്നിട്ട് പറഞ്ഞ് അവിടെ പോയി വല്ല ഇൻഷുറൻസ് കമ്പനിയിലൊന്നും ജോലി ചെയ്യരുത്, നോക്കണം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഒരു നെഗറ്റീവ് വർത്താനാണ് പറഞ്ഞത്. അപ്പം അതായത് എപ്പോഴും ഇതൊക്കെ ഒരു തടസ്സമായിട്ട് മാത്രമേ നിന്നിട്ടുള്ളൂ, അല്ലാണ്ട് നമുക്കൊരു ഗുണമായിട്ട് നിന്നിട്ടില്ല. പിന്നെ കമ്മിറ്റിക്ക് വരേണ്ട ആഴ്ചയിൽ. അപ്പം അതൊരു തടസ്സമല്ലേ. അപ്പം NBT ഇതിലൊക്കെ എന്ത് ചെയ്തെന്ന് എനിക്കറിയില്ല. മാത്രമല്ല നമ്മൾ ചെറുപ്പം മുതലേ അധ്വാനിക്കുന്നതിൽ വലിയൊരു പങ്ക് NBTയിലേക്കാണ് കൊടുത്തത്. അതിൻ്റെ കണക്ക് ഇപ്പോൾ പറയാം. അതായത് നമ്മൾ കണക്ക് ഇങ്ങോട്ട് പറഞ്ഞല്ലേ. അതിലൊന്ന് ഞാൻ പറഞ്ഞുതരാം. ഇപ്പം നിങ്ങൾ പുത്തമന്ന് വന്ന് പ്രസംഗിച്ച കമ്മിറ്റി ഹാൾ ഉണ്ടല്ലോ, അതിലേക്ക് ഏകദേശം 1 ലക്ഷം റുപ്യ ഞാൻ പിരിവ് കൊടുത്തത്. ആ 1 ലക്ഷം റുപ്യ പിരിവ് കൊടുത്തിട്ട് ആകെ 2 കമ്മിറ്റി ഞാൻ അവിടെ അറ്റൻഡ് ചെയ്തിട്ടുള്ളൂ. ഓരോ കമ്മിറ്റിക്ക് 50,000 റുപ്യ ചിലവ്. ഓക്കെ. നിങ്ങൾ കണക്കൊക്കെ പറഞ്ഞ സ്ഥിതിക്ക് ആ പൈസ കൂടി തിരിച്ചു തന്നാൽ നല്ല അതിനുള്ളൊരു മനോഭാവമല്ലേ വേണ്ടേ. വലിയ ദാനം ചെയ്യുന്ന ആൾക്കാരല്ലേ നിങ്ങൾ. അപ്പോൾ ആ തന്ന പൈസ കൂടി തിരിച്ചു തരണ്ടേ. 1 ലക്ഷം റുപ്യാണ് കൊടുത്തത്. അത് വെറുതെ കിട്ടുന്ന പൈസ അല്ല, അധ്വാനിച്ചിട്ട് കിട്ടുന്ന പൈസ അല്ലേ. പോട്ടെ. ഇനി നമ്മളെ കാക്ക ജീവിക്കുന്ന കാക്കൻ്റെ സ്വന്തം പേരിലുള്ള വീടുണ്ടല്ലോ ഉമ്മാരത്ത് എന്ന് പറയുന്ന സ്ഥലത്ത്, ആ വീടിൻ്റെ പണിക്ക് ഞാൻ 10,000 പിരിവ് കൊടുത്തിട്ടുണ്ട് 2003. ഓക്കെ. അന്ന് എനിക്ക് ജോലിയില്ല. എന്തായിരുന്നു സ്ഥിരം ജോലിയില്ല. എന്തായിരുന്നു എൻ്റെ പണിയെന്ന് അറിയാം? മണൽ കോരലായിരുന്നു പണി. മണൽ കോരൽ. അതേസമയം ചെയ്യുന്ന ആളായിരുന്നു. ഇതിൻ്റെ ഇടയിലാണ് ഞാൻ ഈ സ്വരുക്കൂട്ടി വെച്ച് 10,000 രൂപ അന്ന് പിരിവ് കൊടുത്തത്, അറിയണം. ഓക്കെ. പിന്നെ കൊടുവള്ളി കമ്മിറ്റി ഇതിൻ്റെ പിരിവിന് 10,000 കൊടുത്തു. ഏകദേശം ആ കാലഘട്ടത്തിൽ തന്നെയാണ് ഉണ്ടായത്. ഓക്കെ. ഈ പൈസ ഒക്കെ ആർക്കാ പോയത്? നിങ്ങൾ തന്നെ കണക്ക് പറയും. നിങ്ങൾ കണക്ക് പറയാൻ നടക്കുന്ന ആൾക്കാരല്ലേ. ഇതൊക്കെ കാക്കൻ്റെ വീട് ഉണ്ടാക്കിയ പൈസ അദ്ദേഹത്തിൻ്റെ സ്വന്തം ആവശ്യത്തിന് കണ്ട് ഉപയോഗിച്ച്. അത് മാത്രമല്ല നമ്മളെ അമ്മയും വാപ്പയൊക്കെ ഒരു 100 റുപ്യ കിട്ടുകയാണെങ്കിൽ 20 റുപ്യ 30 റുപ്യ ഉണ്ടെങ്കിൽ അവിടെ കൊണ്ടുപോയി കൊടുത്തിട്ടുണ്ട്. ഏത് സമയം മരത്ത് പോകുമ്പോൾ 2 കിലോ പഞ്ചസാര 1 കിലോ ചായപ്പൊടി തന്നെ ഇല്ലാണ്ട് പോയല്ല, അത്രയും ദാരിദ്ര്യമുള്ള കാലത്ത് പോലും. പിന്നെ ജോലി കിട്ടിയ ആദ്യത്തെ മാസം ശമ്പളം, ഈ പറഞ്ഞ എല്ലാ സംഭവങ്ങളും അവർ നമ്മൾ അങ്ങോട്ട് കൊടുത്തിട്ടേ ഉള്ളൂ. ഇതൊക്കെ പോട്ടെ. അതിന് ഏറ്റവും വലിയ കാര്യം എന്താ വെച്ചാൽ നമ്മൾ
പിന്നെ എൻ്റെ വാപ്പ മരിക്കാൻ നേരത്ത് പിന്നെ ഏകദേശം ഒരു 10 കൊല്ലത്തോളം കളത്തിലായിരുന്നു ജോലി ചെയ്തിരുന്നത്. നിങ്ങൾക്ക് അറിയില്ല, അല്പം ശമ്പളമല്ലായിരുന്നു ഇയാൾക്ക്. ഈ വാപ്പക്ക് ശമ്പളമല്ലായിരുന്നു. ആകെ കൊടുത്തിരുന്ന അവിടെ കൈക്കോട്ടെടുത്ത് കൊത്തിയാൽ മാത്രം പൈസ കൊടുക്കും. ഇപ്പം അവിടെ കാവൽ നിൽക്കുന്നതിന് ജോലിക്ക്, അതായത് സ്ഥിരം അവിടെ നിൽക്കും, അതിനൊരു ശമ്പളവും ഇല്ല. കൊല്ലത്തിൽ ഒരു തുണീൻ്റെ കഷ്ണം ശീല കൊടുക്കും. അതായത് ഞാൻ എൻ്റെ ഓർമ്മയിൽ കൊടുത്ത എപ്പോഴേലും എന്തെങ്കിലുമൊക്കെ കൊടുക്കും. പിന്നെ അവിടെ നിന്ന് എന്തെങ്കിലും ഭക്ഷണം ഉണ്ടെങ്കിൽ ഭക്ഷണം കൊടുക്കും, അത്രയേ ഉള്ളായിരുന്നു. അപ്പോൾ എന്നിട്ട് വാപ്പ വേറെ പണിയൊക്കെ നിർത്തി അങ്ങോട്ടായിരുന്നു നിന്നതിന്. അവിടെ പണി സ്ഥിരമായിട്ട് നിൽക്കായിരുന്നു. എന്നിട്ട് ഇതൊക്കെ പോട്ടെ, വാപ്പക്ക് കാര്യമായിട്ട് അസുഖം പിടിച്ച സമയത്ത് പിന്നെ ഈ ട്രീറ്റ്മെൻറ്റിന്, അതായത് ഒരു മരുന്നില്ലാത്തൊരു രോഗമായിരുന്നു ഉണ്ടായിരുന്നത്. എന്നിട്ട് ഈ മരുന്നില്ലാത്ത രോഗം ഉണ്ടായിട്ട് പിന്നെ കാക്ക വാപ്പനോട് പറഞ്ഞത് എന്താ പറയുക, നിങ്ങൾ പിന്നെ അതുള്ള ഡോക്ടറെ അടുത്ത് നിന്ന് മരുന്ന് വാങ്ങിക്കോളിന്ന്, അതായത് മുപ്പര മോശാക്കാൻ അടുത്തുനിന്ന്. അത് ഒരു കൺസൾട്ടേഷൻ 1000 റുപ്യായിട്ടായിരുന്നു ബില്ല്. 1000 1500 ബില്ല്. ഈ മരുന്ന് കുടിച്ചിട്ട് കാര്യമില്ല എന്ന് എല്ലാവർക്കും അറിയാം, മൂപ്പർക്കും അറിയാം. അങ്ങനെ 2 കൊല്ലം ആ ഹോമിയോ മരുന്ന് കുടിച്ച് മൂപ്പര് അസുഖം കൂടി 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 വന്നതല്ലാണ്ട് നമ്മളെ പൈസ അങ്ങനെ പോയിക്കൊണ്ട്. ഈ പൈസ ഒക്കെ ഞാനാ കൊടുത്തത്, അത് മനസ്സിലാക്കണം. അല്ലെങ്കിൽ എൻ്റെ ഏട്ടന്മാരാ കൊടുത്തത്. അപ്പോൾ ഇതിൻ്റെ ഒക്കെ കണക്ക് എന്താ നിങ്ങൾ പറയാത്തത്? അങ്ങോട്ട് പൈസ പണിയെടുത്തതിന് പൈസ അല്ല, പിന്നെ അതൊക്കെ കഴിഞ്ഞാൽ അത്രയും കാലം അവിടെ പണിയെടുത്ത സ്ഥിതിക്ക് അറ്റ്ലീസ്റ്റ് ചികിത്സ തന്നെ ഫ്രീ ആയിട്ട്. ഹോമിയോ മരുന്നിൻ്റെ ചിലവ് നിങ്ങൾക്ക് അറിയാലോ, ഒരു 20 റുപ്യ മതി 1000 റുപ്യൻ്റെ കൺസൾട്ടേഷനുള്ള ആകളം മരുന്ന്. അത് തന്നെ ഒന്ന് ഫ്രീ ആയിട്ട് കൊടുക്കുക, അതും കൊടുത്തിട്ടില്ല. അപ്പം അതാണ് ഇവരൊക്കെ നിലവാരം. എന്നിട്ട് നിങ്ങളവിടെ വന്നിട്ട് കണക്ക് പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പം ചുരുക്കം പറഞ്ഞാൽ നമ്മൾ ജീവിതകാലം മുഴുവൻ നയിച്ചിട്ട് അങ്ങോട്ട് കൊടുത്തിട്ടേ ഉള്ളൂ, ഇങ്ങോട്ടൊരു സാധനം കിട്ടിയിട്ടില്ല. ഇനി പോട്ടെ, ഒരു സപ്പോർട്ട്, മെൻ്റൽ സപ്പോർട്ട് കിട്ടിയിട്ടില്ല. പിന്നെ എല്ലാത്തിനും നിയന്ത്രണം, റെസ്ട്രിക്ഷൻ, അത് ചെയ്യാൻ പാടില്ല ഇത് ചെയ്യാൻ പാടില്ല, അത് മാത്രമേ കിട്ടിയിട്ടുള്ളൂ. പിന്നെ സാമ്പത്തികമായിട്ട് ഒരു സഹായം കിട്ടിയില്ല. 100% എനിക്ക് പറയാം, കമ്മിറ്റിയിൽ നിന്ന് ഒരു സഹായം കിട്ടിയില്ല. പിന്നെ ആ കിട്ടിയ കുറച്ച് സഹായം എന്ന് പറഞ്ഞാൽ അതിലുള്ള 1-2 എൻ്റെ ഫ്രണ്ട്സ്, എന്നെ പരിചയമുള്ള ആൾക്കാർ, ചില ആൾക്കാർ കുടുംബക്കാർ, പലപ്പോഴായിട്ട് ചില അത് കടം വാങ്ങലും കുറച്ച് കാര്യങ്ങളും. അതൊന്നും ഒരുപാട് എമൗണ്ട്സ് ഒന്നുമില്ല, ചെറിയ ചെറിയ എമൗണ്ട്സ് ഒക്കെ വാങ്ങിയിട്ട് തിരിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ തന്നെ സമയത്തിൽ. അത് ഞാൻ അങ്ങോട്ട് കൊടുത്ത് നോക്കുമ്പോൾ അത് വളരെ കുറവാണ്. പല ആളുകളും പ്രസ്ഥാനത്തിലുള്ള ഇപ്പോഴുള്ള ആളുകൾ, എൻ്റെ കുടുംബക്കാർ വരെ പല ആളുകളും എനിക്ക് ലക്ഷങ്ങൾ വരെ ഇങ്ങോട്ട് തിരിച്ചു തരാറുണ്ട്. ഓക്കെ, അപ്പോൾ അതൊന്നും നിങ്ങൾ കണക്ക് പറഞ്ഞാൽ എവിടെ എത്തൂല. കാരണം നിങ്ങൾ ഒരു സൈഡിലുള്ള കണക്ക് പറഞ്ഞിട്ട് അങ്ങ് പോയിട്ട് കാര്യമില്ല. കാരണം നമ്മളെ സൈഡും കൂടി നിങ്ങൾ കേൾക്കണം. അതാണ് എൻ്റെ അതാണ് നിഷ്പക്ഷമായിട്ട് ഒരു സത്യം അന്വേഷിക്കുന്ന ഒരാളാണ് എങ്ങനെ വേണ്ടി. അല്ലാണ്ട് നിങ്ങൾ വെളുപ്പിക്കാൻ വേണ്ടി നടന്നാൽ പല കാര്യങ്ങളും പറയാൻ പറ്റും. അതിപ്പോൾ വേണമെങ്കിൽ എനിക്ക് അതിലും വലിയ, ഇപ്പോൾ നിങ്ങളെ കറുപ്പിക്കാൻ നടന്നാൽ ഞാൻ ഒരുപാട് കാര്യങ്ങൾ, ഇല്ലാത്ത കാര്യങ്ങൾ എനിക്ക് പറയാം. ഞാൻ ഒരു കാര്യം നിങ്ങളില്ലാത്ത കാര്യങ്ങൾ പറയുന്നില്ല. തുടക്കം മുതൽ ഞാൻ ഈ പ്രസ് മീറ്റ് നടത്തിയ കാലം മുതൽ ഒരു കാര്യം നോണ ആയിട്ട് പറഞ്ഞിട്ടില്ല. നിങ്ങളെന്തായി പറഞ്ഞിരുന്നോണ ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നും പറയേണ്ട ആവശ്യമില്ല. കാരണം അല്ലാണ്ട് തന്നെ നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, അത് പറഞ്ഞാൽ മാത്രം മതി.